വളരെ അത്ഭുതത്തോടു കൂടിയാണ് മതനിരപേക്ഷ കേരളം ഇന്നലത്തെ വാർത്തയും ഇന്നത്തെ പത്ര റിപ്പോർട്ടുമെല്ലാം കണ്ടിട്ടുള്ളത്. കാരണം കേരളത്തിൽ വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്നവരും ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കുന്നവരുമെല്ലാം എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നടത്തിയ ശ്രമകരമായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഒരു മതനിരപേക്ഷ കേരളത്തെ ശക്തിയായ ഒരു ആശയധാരയായി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ മഹാത്മാഗാന്ധി മുതൽ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള നേതൃനിരയുടെ മതനിരപേക്ഷ ഉള്ളടക്കത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായാലും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായാലും മതനിരപേക്ഷതയെ എല്ലാവരും നെഞ്ചേറ്റി കേരളത്തിൻ്റെ പൊതുധാരയിൽ അതിന് മുൻകൈ നേടാൻ സാധിച്ച ഒരാശയതലം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്ഭുതകരമായ സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്നലെ KPCC പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഞാൻ വേണമെങ്കിൽ RSS ആവും എന്ന് മുമ്പ് പറഞ്ഞപ്പോഴും ഇത്ര കൃത്യതയോടുകൂടി മതനിരപേക്ഷതയ്ക്കെതിരായി വർഗീയ നിലപാടുകൾക്ക് പിന്തുണ നൽകുന്ന ഒരു KPCC പ്രസിഡൻറ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ആരും അത് അത്ര കണക്കാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് RSSൻ്റെ കൊള്ളാവുന്ന ആളുകളെയെല്ലാം സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഗവർണറുടെ നിലപാട് പൂർണ്ണമായിട്ടും ശരിയാണ് എന്നാണ്. പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയുന്നതാണ് RSSൻ്റെ ക്രിമിനൽ സംഘത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ബന്ധുക്കളെ യാതൊരു യൂണിവേഴ്സിറ്റി നിബന്ധനകൾക്കും വിധേയമാവാത്ത നിരവധി ആളുകളെ ഹൈക്കോടതി തന്നെ അവരുടെ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്ന രീതിയിൽ ABVPക്കാരെ കൊടുത്തപ്പോൾ അതിന് സ്റ്റേ നൽകിയ സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ സുധാകരനെ പോലെയുള്ള KPCC പ്രസിഡന്റ് ഇതിനെല്ലാം വെള്ളപൂശി കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായിട്ടും കൂട്ടുനിൽക്കുന്നു എന്ന് വരുമ്പോൾ ഉത്തരേന്ത്യയിലെ കോൺഗ്രസ്സുകാരെ പറ്റി ഞങ്ങൾ സാധാരണ പറയാറുണ്ട് മൃദു ഹിന്ദുത്വ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന്. കേരളത്തിലെ കോൺഗ്രസ്, സാധാരണ കോൺഗ്രസ് ഗൗരവപൂർവ്വം ആലോചിക്കണം. മുസ്ലിം ലീഗിൻ്റെയും ആളുകളെ യഥാർത്ഥത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യമായി ഞങ്ങൾ പറയുന്നു കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്, ലീഗിൻ്റെ നിലപാടെന്താണ് എന്ന്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാക്കി. കാരണം കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരു ഓഹരി കിട്ടിയാൽ അത് ഞങ്ങളും സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും. ഗവർണർ ഇങ്ങനെയുള്ള നോമിനേഷൻ നൽകുന്നതിൽ യാതൊരു പ്രശ്നമില്ല എന്ന് അവർ ഇപ്പോഴും പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഇതുവരെ പ്രതികരിച്ച് കാണുന്നില്ല. തീർച്ചയായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ UDFൻ്റെ BJPയുടെ ആളുകളെയാണ് നിശ്ചയിച്ചത്. അതുകൊണ്ട് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഇതൊരു കോർഡിനേഷൻ സംവിധാനമാണ് ഗവർണർ. പക്ഷേ അത് കഴിഞ്ഞ് കേരള യൂണിവേഴ്സിറ്റിയിലെത്തിയപ്പോൾ UDFകാരെയും ഒഴിവാക്കി, അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ലീഗിനെയും കോൺഗ്രസിനെയും ഒക്കെ ഒഴിവാക്കി. കടുത്ത RSS BJP സംഘപരിവാർ വിഭാഗത്തെ മാത്രം അവർ ചേർത്തു. അങ്ങനെ വന്നപ്പോൾ അതിനെതിരായിട്ട് ചിലരെല്ലാം കോൺഗ്രസിൻ്റെ തന്നെ ഭാഗമായിട്ട് പ്രതിഷേധിക്കുന്ന നില സ്വീകരിച്ചപ്പോൾ അതിൻ്റെ പ്രയാസം കൊണ്ടാണ് പരസ്യമായി KPCC പ്രസിഡന്റ് തന്നെ അങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നത് RSSകാരെയോ BJPക്കാരെയോ നോമിനേറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പദാനുപദം മാത്രമല്ല അതിൻ്റെ പിന്നിലുള്ളത്. ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ കേരളത്തിലാകെയും കാവ്യവൽക്കരിക്കാനുള്ള എല്ലാ ശ്രമത്തെയും പൂർണ്ണമായിട്ട് പിന്തുണക്കുന്നൊരു നിലപാടാണ് കോൺഗ്രസ് എന്ന്
പരസ്യമായിട്ട് പറഞ്ഞ സാഹചര്യത്തിൽ കോൺഗ്രസ്സിലുള്ള ഞങ്ങൾ പൂർണ്ണമായിട്ടും കോൺഗ്രസ് ഈ സുധാകരൻ പറയുന്നതിനോടൊപ്പമാണെന്നുള്ള ധാരണയല്ല ഞങ്ങളുള്ളത്. എന്നാൽ കോൺഗ്രസ്സിലുള്ള മതനിരപേക്ഷ ഉള്ളടക്കം നിലനിൽക്കണം, മതനിരപേക്ഷതയെ കാത്തുസൂക്ഷിക്കണം, വർഗീയ ശക്തികൾക്ക് ഒരു വിളനിലമാക്കി കേരളത്തെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളെയും മാറ്റാൻ അനുവദിക്കില്ല എന്ന് കാണുന്ന ജനാധിപത്യ വിശ്വാസികളായ കോൺഗ്രസ്സുകാരുൾപ്പെടെ ഈ KPCC പ്രസിഡൻറ്റിൻ്റെ ഈ നിലപാടിനെതിരായിട്ട് മുന്നോട്ടേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. UDFൻ്റെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ഈ സംബന്ധിച്ച് അവരുടെ വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തണം, നിലപാടുകൾ സ്വീകരിക്കണം. കാരണം ഇത് കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മതനിരപേക്ഷതയെ തകർക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഗവർണർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഞാനിപ്പോൾ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ക്രമസമാധാന നിലയെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രമസമാധാന നില ഏറ്റവും ഭദ്രമാണ് ഇന്ത്യയിൽ കേരളം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് രാഷ്ട്രീയമായിട്ട് ശക്തിയായ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴും ഒരു പൗരൻ എന്ന നിലയിൽ കടയിൽ പോകാനും സാധനങ്ങൾ വാങ്ങാനും തിരക്കേറിയ ഒരു പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് പോകാനും യാതൊരു പ്രശ്നമില്ലാതെ തിരിച്ചു വരാനും സാധിച്ചു എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ ക്രമസമാധാന നില ഭദ്രമാണ് എന്നുള്ളതിൻ്റെ ഗവർണർ മുഖേനയുള്ള ഉറപ്പ്. പക്ഷേ ഗവർണറുമായിട്ടുള്ള ഈ ഏറ്റുമുട്ടൽ ഞങ്ങൾ ഒരു ഏറ്റുമുട്ടലിനുമില്ല. ഭരണഘടനാപരമായിട്ടുള്ള നിലപാട് ഗവർണർ സ്വീകരിച്ചാൽ മതി. അപ്പോൾ പിന്നെ എങ്ങനെ ഏറ്റുമുട്ടലാകുക? ഗവർണറെ പിൻവലിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ CPM തീരുമാനിച്ചു. വരട്ടെ ഓരോന്നോരോന്നായിട്ട് നോക്കിയിട്ട് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. മുഖ്യമന്ത്രി അങ്ങനെ അഭിപ്രായം പറഞ്ഞിരുന്നു. അല്ല, അങ്ങനത്തോളം പറഞ്ഞിട്ടില്ല. അങ്ങനെ ആലോചിക്കേണ്ടി വരും തന്നെയാണ്. അത് തന്നെയാണോ CPMൻ്റെ? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഇതേ രീതി മുന്നോട്ടേക്ക് പോയാൽ പിൻവലിക്കണമെന്ന മുദ്രാവാക്യം തന്നെ വെക്കേണ്ടി വരും എന്നുള്ളതാണ് തോന്നുന്നത്. അങ്ങനെ ഒരു പ്രക്ഷോഭവുമായിട്ട് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമോ CPM? അതൊക്കെ ഓരോരോ രീതി വരുമ്പോൾ മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെക്കുക എന്നുള്ളതാണല്ലോ സമീപനം. വരുമ്പോഴേ നമുക്ക് നോക്കിയിട്ട് ആവശ്യപ്പെടേണ്ടി വരും. ഇതേപോലെയാണ് പോകുന്നതെങ്കിൽ അദ്ദേഹം എന്താ പറയുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു വ്യക്തതയില്ല. എന്താണ് ഇങ്ങനെ ഒരു ഗവർണർക്ക് സംഭവിച്ചത് എന്നുള്ളത് ആളുകൾ ഇങ്ങനെ കൗതുകത്തോടുകൂടി നോക്കുകയാണ്, എന്താ സംഭവിച്ചതെന്ന്. പക്ഷേ ഈ ഗവർണർക്കെതിരെ ഇങ്ങനെ SFI വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുന്നു. ആ സമയത്ത് കോൺഗ്രസ്സുകാർ ആ പ്രക്ഷോഭങ്ങളെയാണ് തള്ളിപ്പറയുകയും അതിനെ കളിയാക്കുകയും ചെയ്യുന്നത് പലതരത്തിലും. അതിനെ അല്ലാതെ ഗവർണറുടെ നിലപാടുകളെ വിമർശിക്കുന്നതേ ഇല്ല. അതെ, ഗവർണറുടെ നിലപാടിനെ വിമർശിക്കുന്നില്ല എന്ന് മാത്രമല്ല, സുധാകരൻ്റെ നിലപാട് വ്യക്തമായല്ലോ, അവർക്ക് അനുകൂലമാണ്. ഗവർണർക്ക് അനുകൂലമായ നിലപാടാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അതിൻ്റെ അകത്ത് തന്നെയുള്ള മതനിരപേക്ഷവാദികൾ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ സുധാകരൻ ഇപ്പൊ തുടർച്ചയായിട്ട് ഇങ്ങനെ സംഘപരിവാർ അനുകൂല പ്രസ്താവന നടത്തുന്നു. ഇവർക്ക് ഹൈക്കമാൻഡ് അല്ലെ കോൺഗ്രസിന്റെ ആരും അതിനെതിരെ വരുന്നില്ല, എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുക. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് മധ്യപ്രദേശ് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള കോൺഗ്രസ് നേതാവ് എടുത്ത സമീപനവുമായി തെറ്റിച്ച് നോക്കുമ്പോൾ അത്ര എത്തിയിട്ടില്ല കേരളത്തിലെ കോൺഗ്രസ്സുകാർ. അപ്പോൾ പിന്നെ ആരിതിനെ എതിർക്കാനാ? കേരളത്തിൻ്റെ അപ്പുറം കടന്നാൽ പിന്നെ മതനിരപേക്ഷത ഇവർക്കില്ല. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും വലതുപക്ഷ പ്രസ്ഥാനങ്ങളുമെല്ലാം ഒരു മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് തുടരുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാടും കേരളത്തിൽ കേരളത്തിലും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നതാണ് സുധാകരൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് മനസ്സിലാവുന്നത്. അവർ തിരുത്തി. അവർക്കൊരു അവ്യക്തത ഇനിയില്ല. അവർക്കുള്ള അവ്യക്തത RSSന്, BJPക്ക്, സംഘപരിവാർ വിഭാഗത്തിന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെല്ലാം കൃത്യമായിട്ട് ഗവർണർ ചെയ്യുന്നത് പോലെ കാവ്യവൽക്കരിക്കാൻ അവകാശമുണ്ട് എന്നത് അവർ അംഗീകരിച്ചിരിക്കുന്നു. അതിനെ എതിർക്കുന്ന കോൺഗ്രസ്സുകാരോ മതനിരപേക്ഷവാദികളോ എന്തായിരിക്കുമെന്നുള്ളത് ഇനി പിന്നീട് ഇന്നും നാളെയൊക്കെ ആയിട്ട് കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഒറ്റ കാര്യം കൂടെ, ഇങ്ങനെ പറയുമ്പോഴും ഖാർഗെ പ്രധാനമന്ത്രി ആവട്ടെ എന്നാണ് ഇന്ത്യ മുന്നണി ഇന്നലെ തീരുമാനിച്ചത്. അതിപ്പം ഭണ്ഡാരോ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരാളുടെ ആഗ്രഹം കൊണ്ട് മാത്രം പൂർണ്ണമാകുന്നതല്ലോ അത്. ആര് പ്രധാനമന്ത്രിയാവണം, ആര് പ്രധാനമന്ത്രിയാവണ്ട എന്നുള്ളതൊന്നുമല്ല ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം. BJPയെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. BJPയെ തോൽപ്പിക്കാതെ പ്രധാനമന്ത്രി കുപ്പായിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? BJPയെ തോൽപ്പിക്കണമല്ലോ. എങ്ങനെ നിങ്ങൾ ഈ കോൺഗ്രസിനെ വെച്ച് തോൽപ്പിക്കാൻ പോകുന്നത്? അതല്ലേ നമ്മുടെ മുമ്പിലുള്ള വലിയ സങ്കീർണമായ പ്രശ്നം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും കോൺഗ്രസ് ഉണ്ടോ? ആരെങ്കിലും പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഞങ്ങൾക്കതിൽ തർക്കമൊന്നുമില്ല.
വലിയ സീറ്റൊന്നും ഇല്ലാണ്ട് തന്നെ പ്രധാനമന്ത്രി ആവാൻ പറ്റിയിട്ടുള്ള സാഹചര്യം ഞങ്ങൾ കണ്ടതാണല്ലോ മുമ്പ്. അതായത് ഭൂരിപക്ഷത്തിൻ്റെ അടുത്തൊന്നും സീറ്റില്ലാതെ ചെറിയ ചെറിയ സീറ്റ് കൊണ്ട് തന്നെ ഇന്ത്യയിൽ പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസിൻ്റെ ആൾ പ്രധാനമന്ത്രിയാകും ഞങ്ങൾക്കെതിരല്ല. പക്ഷേ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ മനസ്സിലാക്കേണ്ടത് എന്താ? കോൺഗ്രസ്സിന് ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള അസംബ്ലി പാർലമെൻറ്റ് മണ്ഡലങ്ങളുള്ള ഉത്തരേന്ത്യയിലെ UP-യിൽ കോൺഗ്രസ്സിനൊന്നുമില്ല. മധ്യപ്രദേശ് ഇപ്പോൾ തോറ്റ് കിടക്കുകയാണ്, രാജസ്ഥാൻ അത് തന്നെയാണ്, ബീഹാർ അത് തന്നെയാണ് സ്ഥിതി കോൺഗ്രസിനെ സംബന്ധിച്ച്. അങ്ങനെ ഹിന്ദി ബെൽറ്റിൽ മുഴുവൻ കോൺഗ്രസ് ഒന്നുമല്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. ആകെ ഹിന്ദി ബെൽറ്റ് എന്ന് പറയാൻ അവർക്ക് ഹിമാചൽ പ്രദേശിലെ 4 സീറ്റാണ്. ഇത്രയും വലിയ ഒരു സംസ്ഥാനങ്ങളെല്ലാം കൂടി ചേരുന്ന ഇന്ത്യയുടെ ഭാഗത്ത് അവർക്ക് 4 സീറ്റ് ജയിച്ചതെല്ലാം പറയുന്നത് 4 സീറ്റേ ആകെ ഹിമാചൽ പ്രദേശിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംസ്ഥാനത്തുള്ളൂ. ബാക്കിയെല്ലാം തന്നെ BJP ആണ് ജയിച്ചത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടികളൊക്കെയാണ് ജയിച്ചത്. ഇനി ഇങ്ങോട്ട് കേരളത്തിലെത്തിയാൽ കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ലീഗില്ലാതെ കോൺഗ്രസിന് പിന്നെ ആലോചിച്ച് നോക്കിയാണ് ഞാൻ നേരത്തെ പറയുന്നുണ്ടത്. അതുപോലെ തന്നെ കർണാടകത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ചാൽ ഇപ്പോൾ തൽക്കാലം ജയിച്ചിട്ടുണ്ട്. ആകെ 3 സംസ്ഥാനമാണ് അവർക്കുള്ളത്. ഒന്ന് ഹിമാചൽ പ്രദേശ് എന്ന ഒരു ചെറിയ സംസ്ഥാനം, പിന്നീടുള്ളതൊന്ന് കർണാടകമാണ്, മറ്റൊന്ന് ഇപ്പോൾ അവസാനം ജയിച്ചിട്ടുള്ള തെലുങ്കാനയാണ്. നിങ്ങൾ ബാക്കി സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് പ്രബലമായ പാർട്ടിയായിട്ടില്ല, ഒഡീഷയിലില്ല, ആന്ധ്രയിലില്ല, ആസാമിലില്ല, ബംഗാളിലില്ല, ഈ പറയുന്ന ഗുജറാത്തിലില്ല. പിന്നെ ഈ കോൺഗ്രസ് ഞാൻ മുഖ്യമന്ത്രിയാവും അല്ല പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? അപ്പോൾ ആദ്യം വേണ്ടത് ഓരോ സംസ്ഥാനമായിട്ട് എടുക്കുക. ആ സംസ്ഥാനത്തിൽ BJP-യെ തോൽപ്പിക്കാൻ അവിടെ 37% മാത്രമേ BJP-ക്ക് വോട്ടുള്ളൂ. ഒരു സംസ്ഥാനത്തിൽ മാത്രമാണ് കോൺഗ്രസും BJP-യും നേരിട്ട് മത്സരിച്ച ഗുജറാത്തിൽ മാത്രമാണ് 50%-ലധികം വോട്ടുള്ളത്. ബാക്കി എല്ലാ സ്ഥലത്തും ശരാശരി പരിശോധിച്ച് നോക്കിയാൽ 37% ഉള്ളൂ. അതിൻ്റെ അർത്ഥം 63% ആളുകളും BJP-ക്കെതിരാണ്. ഈ 63%-ത്തെ യോജിപ്പിക്കുക വേണ്ടേ? അപ്പോൾ ഓരോ സംസ്ഥാനമായി നോക്കിയിട്ട് ആ സംസ്ഥാനത്ത് ഫലപ്രദമായിട്ട് BJP-യെ തോൽപ്പിക്കാൻ BJP വിരുദ്ധ വോട്ടുകൾ ഏകോപിതമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ആദ്യം നടക്കേണ്ടത്. അതിന് നല്ല വിട്ടുവീഴ്ചകൾ ഞങ്ങൾ മുഴുവൻ മത്സരിക്കും, ഞങ്ങൾ തന്നെ മുഴുവൻ ജയിക്കും എന്ന് പറഞ്ഞ് നടന്നാൽ ഒരു സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പോയാൽ ഇങ്ങനെയായിരിക്കും സ്ഥിതി ഉണ്ടാകുക. അവിടെ കോൺഗ്രസ്സിന് ആരും പ്രധാനമന്ത്രിയാവുന്നു, ആരും പ്രധാനമന്ത്രിയാവുന്നില്ല എന്നുള്ളതല്ല എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ BJP-യെ തോൽപ്പിക്കുക എന്നുള്ളതിന് മുൻകരുതലോടുകൂടി മുൻഗണന നൽകിക്കൊണ്ട് പ്രവർത്തിക്കാൻ ഇന്ത്യ മുന്നണിക്കും അതുപോലെ തന്നെ പൊതുവേ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്കും സാധിക്കണം. അത് സാധിക്കുന്നില്ലെങ്കിൽ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യ എത്തുക. ഒരു ചിന്ന കാര്യം കൂടി, അതായത് ഇന്നലെ ഈ കരിങ്കൊടി കാണിക്കുന്നവരെ അടിച്ചാൽ തിരിച്ചടിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വം ആഹ്വാനം ചെയ്തു. അതോടെ ഇന്നലെ മുതൽ വലിയ കലാപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പം പോലീസ് സ്റ്റേഷൻ മാർച്ചിലേക്ക് കോൺഗ്രസ് കടക്കുന്നു. എന്താണ് അതിൻ്റെ ഒരു ഒന്നും ഞങ്ങൾ കാണുന്നില്ല. അതെല്ലാം ചായ കോപ്പയിലെ കൊടുങ്കാറ്റ്. ഈ മർദ്ദനത്തെ ഇപ്പോഴും ന്യായീകരിക്കുന്നുണ്ടോ? പക്ഷേ ഞങ്ങൾ ഒരു മർദ്ദനത്തെ ഒരു കാലത്തും ന്യായീകരിച്ചിട്ടില്ല. ഒരു കാലത്തും ഒരു മർദ്ദനത്തെയും ഞങ്ങൾ ന്യായീകരിച്ചില്ല. എന്നാൽ അതെല്ലാം സംഘടിപ്പിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സാണ്. KSU, യൂത്ത് കോൺഗ്രസ്. ഇപ്പോൾ ആദ്യം KSU ആയിരുന്നു, പിന്നെ യൂത്ത് കോൺഗ്രസ്സായി, പിന്നെ ഇപ്പോൾ കോൺഗ്രസ്സായി. അതെല്ലാം ഞങ്ങൾ ആകെ തെരുവിൽ നേരിടും എന്ന് പറയുന്ന കലാപത്തിൻ്റെ ആഹ്വാനത്തിൻ്റെ ഭാഗമായിട്ട് വന്നാൽ ഞങ്ങളിതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല. അതെല്ലാം പോലീസ് തന്നെ കൈകാര്യം ചെയ്തോളൂ. ഞങ്ങൾക്കതിലത് വേറെ പ്രശ്നമില്ല, ഞങ്ങൾ ഇടപെടുന്ന പ്രശ്നമില്ല. DYFI-കാർ കൈകാര്യം ചെയ്യുന്ന കാര്യമില്ല. DYFI-കാർക്ക് എന്തെല്ലാം പണിയുണ്ട്. ഇപ്പോൾ അവർ വരുന്ന 20-ാം തീയതി റെയിൽ മനുഷ്യ ചങ്ങല സൃഷ്ടിക്കാൻ പോകുക. അതൊക്കെ നടത്തട്ടെ. അല്ലാണ്ട് ഇപ്പോൾ നേരിടാൻ പോകേണ്ട യാതൊരു കാര്യവും DYFI-ക്കില്ല കേട്ടോ.